നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത പേരാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, അപ്പം ശ്രീ MV നികേഷ് കുമാർ. ഇതുപേരും പങ്കെടുക്കുന്ന ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് 4th എസ്റ്റേറ്റിൽ കാവി കയറുമ്പോൾ എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി, എനിക്ക് തോന്നുന്നു 2014 മുതൽ ഇങ്ങോട്ട് വളരെ സജീവമായി മാധ്യമ സെമിനാറുകളിലെ പ്രധാന വിഷയമായി തന്നെ വരുന്ന ഒന്നാണിത്. പക്ഷേ അതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രണ്ടുപേരാണ് നമുക്കിപ്പോൾ ഉള്ളത്. 2014 മുമ്പൊക്കെ ഒരു പ്രതിപക്ഷ സ്വഭാവത്തിലാണ് മാധ്യമങ്ങളൊക്കെ അന്നത്തെ UP സർക്കാരിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ പൊതുവെ ഉണ്ടായെങ്കിലും ആ കാലത്ത് തന്നെ മാധ്യമ നിരീക്ഷകരും വിമർശകരും ഒക്കെ കൃത്യമായി പറഞ്ഞിരുന്നു ഇതിൻ്റെ പോക്ക് വേറൊരു വഴിക്കാണ്, ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ വിധേയത്വത്തിലേക്ക് തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ പോക്ക് എന്നൊക്കെയുള്ള വിമർശനം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നെങ്കിൽ പോലും അന്നൊരു പ്രതിപക്ഷ സ്വഭാവത്തിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം 2014 ശേഷം ഏതാണ്ട് സമ്പൂർണമായ വിധേയത്വത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ ഭീതി, അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾ ഏതാണ്ട് ഏറ്റവും ഒടുവിൽ ഗോദി മീഡിയ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് മാറി. കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യവും ഏറെ വ്യത്യസ്തമൊന്നുമല്ല. ആ ദേശീയ തലത്തിൽ നോക്കിയാൽ പൊതുവെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ അവസ്ഥ എന്നത് ഏറെ പരിതാപകരവുമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുന്നത്. ശ്രീ ബ്രിട്ടാസിൽ നിന്ന് തുടങ്ങാൻ. ശ്രീ ബ്രിട്ടാസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നലെ തൊട്ട് മുമ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണ്, കർണാടക ഇലക്ഷൻ റിസൾട്ട്സ്. ഏറ്റവും ഒടുവിൽ ഈ മാധ്യമങ്ങളുടെ ഈ സംഘപരിവാർ വിധേയത്വം ഏറ്റവും പ്രകടമായി കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലത്ത് അവർ ഏത് തരത്തിലാണ് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പ്രചാരണ പരിപാടികൾക്ക് കൊടുത്ത വിസിബിലിറ്റി എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം ഇന്നത്തെ ഫലപ്രഖ്യാപന ഘട്ടത്തിലെ ഈ ടെലിവിഷനെയൊക്കെ നിരീക്ഷിച്ചാൽ, പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളെയൊക്കെ നിരീക്ഷിച്ചാൽ അവരുടെ ഒരു സൂക്ഷ്മത നമ്മൾ ഞെട്ടിക്കുന്നതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദൃശ്യം പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു ദൃശ്യം പോലും കൊടുക്കാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർ അവതരിപ്പിക്കുന്നത്. അത്ര സൂക്ഷ്മതയോടെയുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോ ഈ മീഡിയയെ ഭരിക്കുന്നത് അവരുടെ ഈ മൂലധന താല്പര്യങ്ങളാണോ, അതോ കോർപ്പറേറ്റ് ഹിന്ദുത്വയോടുള്ള ഒരു വിധേയത്വമാണോ, ഭീതിയാണോ? ഹർഷൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, എക്സിറ്റ് പോൾ ഫലം വരുന്നത് വരെ ഇന്ത്യയിലെ എല്ലാ ചാനലുകളും മോഡി എന്നുള്ള ഒരു പ്രതീകത്തെ മുൻനിർത്തിയാണ് കർണാടകയിലെ BJP പോരാട്ടത്തെ ചിത്രീകരിച്ചത്. എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷം ഒരു പാതിയോളം ചാനലിൽ നിന്ന് മോഡി മാറി. ഫലപ്രഖ്യാപനം ആരംഭിച്ചപ്പോൾ ആ പാവം പിടിച്ച നഡ്ഡേനെ പിടിച്ച് അവിടെ കൊണ്ടിട്ടു. പിന്നെ മോഡിയില്ല, അമിത്ഷാ. മറ്റൊരു വിചിത്രമായൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ മാധ്യമ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടൈംസ് നൗ ചാനൽ ഇന്നലെ ഞാൻ കുറേ നേരം നോക്കി. കർണാടക തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സ്ക്രീനിൽ നൽകിയത് ഉത്തർപ്രദേശിലെ ഈ പറഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, എവിടെയെങ്കിലും BJP വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം മോഡിയും, തോൽക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും സാധാരണക്കാരനായ ബൊമ്മയോ എതിരെയൊക്കെയോ എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ അങ്ങനെ മാറിയിട്ടുണ്ട്. ഇതൊരു വശം. ഇതിപ്പം ഹർഷൻ ഈ കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. 1988 ഞാൻ ഡൽഹി ചെന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ 35 വർഷത്തിനിടയിൽ ഇത്രയും പരിപൂർണമായി ഒരു പ്രത്യയശാസ്ത്രത്തിനോ ഒരു സർക്കാരിനോ മാധ്യമ ലോകം മൊത്തത്തിൽ കീഴടങ്ങിയൊരു സാഹചര്യം എൻ്റെ അനുഭവത്തിലില്ല. 4/3 ഭൂരിപക്ഷത്തിന് ഇന്ത്യ രാജീവ് ഗാന്ധി അടക്കി ഭരിച്ചിരുന്ന സമയത്ത് പോലും ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കുംഭകോണങ്ങളെക്കുറിച്ചുള്ള
വാർത്തകളും സീരിയൽസും ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ വിമർശിക്കുന്ന ഒരു വാർത്താ ശകലം പോലും ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വരാറില്ല. എന്തിനേറെ കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലെ ഇൻവെർട്ടർ കോമ മുഖ്യധാര മാധ്യമങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിനെയോ അവരുടെ നയപരിപാടികളെയോ തീരുമാനങ്ങളെയോ വിമർശിക്കുന്ന ഒരു വാർത്തയും വരാറില്ല. വളരെ രസകരമായൊരു കാര്യം, അമിത്ഷാ എന്നുള്ള വ്യക്തി മഹാരാഷ്ട്രയിലെ ഒരു റാലിയിൽ പങ്കെടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ റാലിയിൽ പങ്കെടുത്തു എന്നാണ് പത്രങ്ങൾ പറഞ്ഞത്. ആ റാലിയിൽ സൂര്യതാപമേറ്റ് 15 പേര് മരിച്ചു. 15 പേര്. ആ സൂര്യതാപം അവർ ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷാ പറയുന്നുണ്ട്, ഈ സൂര്യൻ്റെ ഇത്രയും ചൂടിനെ പോലും വെല്ലിക്കൊണ്ട് നിങ്ങൾ ഈ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് കടപ്പാട് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നിൽക്കുന്നു. എന്നാൽ ആ പാവം പിടിച്ച ആൾക്കാർക്ക് അല്പം വെള്ളം കൊടുക്കാനുള്ള സംവിധാനം പോലും അവിടെ ഉണ്ടാക്കിയില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ റാലിയിൽ ഇതുപോലെ 15 പേര് സൂര്യതാപം വന്ന് മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഡൽഹിയിലെ പത്രങ്ങളിൽ ഇത് അമിത്ഷായുടെ റാലിയാണെന്ന് പോലും പറഞ്ഞില്ല. ഏതോ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു റാലിയിൽ ഏതോ ഒരു പൊതുയോഗത്തിൽ 15 പേര് സൂര്യതാപം വന്ന് മരിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. എത്രത്തോളം വിധേയത്വമാണ് നമ്മുടെ മാധ്യമങ്ങൾ കേന്ദ്ര ഭരണകക്ഷിയോട് അല്ലെങ്കിൽ RSനോട് കാണിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇത്രയും മാധ്യമങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടും കർണാടകയിൽ BJPയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതൊരു വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ അങ്ങ് വിഴുങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല വായനക്കാരും പ്രേക്ഷകരും. എനിക്ക് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. മാധ്യമങ്ങൾ ഈ നിലയ്ക്ക് ഇപ്പോൾ പണ്ട് മുതൽ നമുക്കറിയാം, എല്ലാ കാലത്തും സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തോട് പ്രതിപത്തിയുള്ള ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, മാധ്യമ ഉടമകളുണ്ടായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് അത്രത്തോളം വലിയ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവരൊക്കെ കുറച്ച് പിൻവലിഞ്ഞു നിൽക്കുകയോ അതാത് കാലത്തെ രാഷ്ട്രീയത്തോട് പ്രതികരിച്ച് ആ മട്ടിൽ അതുമായി ഏതെങ്കിലും തരത്തിലൊക്കെ ഇടപഴകി മുന്നോട്ട് പോവുകയോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതിനൊരു മാറ്റം വന്നിട്ട് ഏതാണ്ട് സമ്പൂർണ്ണമായി ഈ വിധേയത്വത്തിലേക്ക് പോവുകയും ഏതാണ്ട് 95% മാധ്യമങ്ങളും ഈ പറയുന്ന കോർപ്പറേറ്റ് ഉടമസ്ഥതയിലേക്ക് മാറുകയും ഒക്കെ ചെയ്ത സമയത്താണ് നമ്മൾ ഈ പറയുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആവുന്നത്? അതിൽ ഭീതിയാണോ, ഈ പറഞ്ഞ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയാണോ, അല്ലെങ്കിൽ ആ വിധേയത്വമാണോ? എന്താണ് അതിന് കാരണം? അല്ലെങ്കിൽ മൂലധന താല്പര്യമാണോ? എന്താണ്? ബ്രിട്ടാസ് പറഞ്ഞതിന് തുടർച്ച എന്നുള്ള നിലയിൽ മാത്രമാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പരിപൂർണമായും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ 2014 മുതൽ ഒരു പുതിയ ഇന്ത്യയാണ് കാണുന്നത്. നമുക്കറിയാം, 90കളുടെ തുടക്കത്തിൽ തന്നെ ഉദാരവൽക്കരണം ഉണ്ടായെങ്കിൽ പോലും മാധ്യമങ്ങൾ ഒരു കോർപ്പറേറ്റ് ഒളിഗാർക്കിയുടെ ഭാഗമായി തുടങ്ങിയിരുന്നു എങ്കിൽ തന്നെയും ബ്രിട്ടാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാധ്യമങ്ങൾക്കൊരു റോൾ നിർവഹിക്കാനുണ്ട് എന്നുള്ളതും എഡിറ്റോറിയൽ ഒരു പരിധിവരെ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ആ കാലഘട്ടത്തിലൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ, ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ, ആ റിപ്പോർട്ടർ നൽകുന്ന വാർത്തയ്ക്ക് ഒരു സ്റ്റേറ്റ് പെർസ്പെക്റ്റീവും നാഷണൽ പെർസ്പെക്റ്റീവും ഒക്കെ കൊടുക്കുന്ന ഒരു എഡിറ്റോറിയൽ സംവിധാനമൊക്കെ നമ്മുടെ ന്യൂസ് റൂമുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കീഴ്മേൽ മറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് എഡിറ്റർമാർ ഏത് തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു എന്ന് നിശ്ചയിക്കുകയും എഡിറ്റർമാർ നിയന്ത്രിക്കപ്പെടുന്നത് പുറത്തു നിന്ന് വേറെ ഏതൊക്കെയോ ശക്തികളാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഹർഷൻ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നമ്മൾ ഇന്ത്യ ടുഡേയിൽ രാജ്ദീപ് സർദേസായി അമിത് മാളവ്യ ഉണ്ടാക്കിയിട്ടുള്ള ബഹളം എന്ന് വെച്ചാൽ നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ തന്നെ, അതായത് ഇത്രയും വലിയ ഒരു സോഷ്യൽ മീഡിയ പാനിക് ഉണ്ടാക്കിയിട്ട് പോലും കർണാടകത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി
BJPക്ക് എതിരായി നിൽക്കുന്ന ശക്തി ജയിക്കുക എന്ന് പറയുന്നത് ഈ BJPയുടെ IT സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന വർക്കൊന്നും ആളുകളിലേക്ക് എത്തുന്നില്ലേ എന്നുള്ള അവരുടെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇന്നലെ അമിത് മാളവ്യ രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുടെ ആങ്കറുമായി തട്ടിക്കേറിയിട്ടുള്ളത്. പോയി സോണിയാഗാന്ധിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്ക്, നിങ്ങൾക്ക് 58 വയസ്സായില്ലേ, നിങ്ങൾ റിട്ടയർ ചെയ്ത് പോ എന്ന് ആക്രോശിക്കുകയാണ്. അതായത് ഒരു ജേർണലിസ്റ്റിനോട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ചർച്ചയ്ക്ക് വരുന്ന ഒരു ഗസ്റ്റിന് ഈ നിലയിൽ ഔദ്ധത്യം കാണിക്കാൻ കഴിയുന്നത് അയാളുടെ ഉള്ളിൽ തിരയടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഊഹിച്ചാൽ മതി. അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ, ന്യൂസ് ചാനലുകളിൽ, സിനിമകളിൽ സംഘപരിവാർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ ആഴം മനസ്സിലാവും. ഇപ്പോൾ എന്തൊക്കെയാണ് പാഠപുസ്തകം, നമുക്കിതൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആളുകൾക്ക് അറിയാവുന്നതാണ്. ന്യൂസ് ചാനലുകൾ ഇങ്ങനെ 2014 കഴിഞ്ഞ ഉടൻ തന്നെ അർണബ് ഗോസ്വാമി എന്ന് പറയുന്ന ഒരാൾക്ക് ശതകോടികൾ നിക്ഷേപമുള്ള ഒരു ന്യൂസ് ചാനൽ തുടങ്ങാൻ കഴിയുന്നത്. ആ ന്യൂസ് ചാനൽ എങ്ങനെയാണ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ടാമിൽ 1-ാം നമ്പറായി വരുന്നത്? അന്ന് നമ്മൾ എല്ലാ കേബിൾ നെറ്റ്വർക്കുകളും പരിശോധിച്ചാൽ മനസ്സിലാകും, എല്ലാ കേബിൾ നെറ്റ്വർക്കുകളിലും GZ ജോണറിലും ന്യൂസ് ചാനൽ ജോണറിലും എന്തിന് കാർട്ടൂൺ ജോണറിലും ഡീഫോൾട്ട് ജോണറിലും ഒക്കെ തന്നെയും അർണബ് ഗോസ്വാമിയുടെ ചാനൽ വരികയാണ്. 1-ാമത്തെ ആഴ്ച തന്നെ അത് 1-ാമത്തെ ചാനലായി മാറുകയാണ്. അപ്പോൾ സംഘപരിവാർ ബാക്കിങ്ങുള്ള വാർത്തകളിലൂടെ മാത്രമേ 1-ാം സ്ഥാനത്ത് എത്താൻ കഴിയൂ എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം അന്ന് ഈ സംഘപരിവാർ ഫണ്ടിങ്ങിനുണ്ടായിരുന്നു. അതാണ് അർണബ് ഗോസ്വാമി. പിന്നീട് അവരുടെ കോർപ്പറേറ്റ് ചങ്ങാത്തം കൊണ്ട് ഇന്ന് ആർക്കും ഒരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനം നടത്താൻ കഴിയാത്ത വിധത്തിൽ ആ രംഗം അടച്ചു മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കട്ടു അമിത് മാളവ്യയിലേക്ക് വരേണ്ടത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വാർത്തകൾ, അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള അവരുടെ തിരിച്ചറിവ് അവരെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് രാജ്ദീപ് സർദേശായി ഒക്കെ തട്ടിക്കയറുന്നത്. നോക്ക്, ഇത് പാഠപുസ്തകങ്ങളിലും ന്യൂസ് ചാനലുകളിലും മാത്രമല്ല, സിനിമകളിലും വന്നു. കേരള സ്റ്റോറി അങ്ങനെ ഒരു സാധനമാണ്. മറ്റെന്തൊക്കെയോ പ്രൊജക്റ്റുകളിൽ കടം മൂടിക്കിടന്ന 2 പേരെ കൊണ്ടാണ് ദ കേരള സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ അത് ശരിയാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന സംഘപരിവാർ ഔട്ട്ഫിറ്റിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടം. അതിൽ തിരിച്ചറിവുള്ള ആളുകളുണ്ടാകും. ആ തിരിച്ചറിവിൽ കുറേ ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ അതല്ല മഹാഭൂരിപക്ഷം തിരിച്ചറിവില്ലാത്ത ആളുകളാണ് എന്നുള്ള തോന്നലാണ് സംഘപരിവാറിനുള്ളത്. ആ മഹാഭൂരിപക്ഷത്തെ എന്ന നിലയിൽ നോക്കിക്കാണുകയാണ് സംഘപരിവാർ. പക്ഷേ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയും നല്ല രീതിയിലുള്ളൊരു ഒരു പുതിയ ചിത്രം സമ്മാനിക്കുന്നു എന്ന് വേണം കരുതാൻ. ഹർഷൻ, ഇപ്പോൾ അശ്വർ ബിട്ടാസ്, നമ്മൾ ഒരു മാധ്യമ നയമില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് എന്നൊക്കെ മുമ്പ്, ഏതാണ്ട് ഈ പ്രസ് കമ്മീഷൻ, 1-ാം പ്രസ് കമ്മീഷനിൽ 2-ാം പ്രസ് കമ്മീഷൻ്റെ കാലത്തുമൊക്കെ ഈ കോർപ്പറേറ്റ് ഉടമസ്ഥതയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടന്നിട്ടുണ്ട്. അതിനെ മാറ്റം വരുത്തണമെന്നും സഹകരണ ഉടമസ്ഥതയിലേക്ക് കുറേ മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും വരണമെന്നും ഒക്കെയുള്ള ചർച്ച നടന്ന രാജ്യമാണ് നമ്മുടേത്. അതിൽ നിന്ന് ഈ പറയുന്ന ഈ 90-കൾക്ക് ശേഷം അതിൻ്റെ സാഹചര്യം മൊത്തം മാറുന്നു. ഈ പറയുന്ന സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. അതിൻ്റെയൊക്കെ ഗുണഫലം നമ്മളെല്ലാവരും ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട് ഒരു തരത്തിൽ. പക്ഷേ അതിനുശേഷമാണ് ഈ കോർപ്പറേറ്റ് ഉടമസ്ഥതയിലേക്ക് ഇതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഈ മാധ്യമങ്ങൾ പോകുന്നത്. അത് കോർപ്പറേറ്റ് ഹിന്ദുത്വ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറുന്നു. ഇപ്പൊ ഈ മേഖലയിലെ ഒരു മാറ്റത്തിന്, അതിലെ ഒരു ഉടച്ചു വാർക്കലിനൊക്കെയുള്ള സാധ്യതയിലേക്ക് ഈ പുതിയ കാലം, അതായത് ഒരു 5 വർഷം 10 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ നുണ വാർത്തകളും നുണ പ്രചാരണങ്ങളും സ്വന്തമായി അക്കൗണ്ടിലുള്ളവരാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും. അവിടെ നിന്നിട്ട് ഒരു തിരുത്തൽ, ഇനി ഇതിന്റെ ഒരു അടുത്ത ഘട്ടമുണ്ടല്ലോ, ജനം തിരിച്ചറിയുന്ന ഒരു ഘട്ടം, ആ തിരുത്തലിന് സമയമായ തിരുത്തലുകളുടെ സമയം യഥാർത്ഥത്തിൽ അതിക്രമിച്ചു എന്ന് പറയാം. കാരണം വെച്ചാൽ സമയമായതല്ല, അത് കഴിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നൊരു കാര്യം, ടെക്നോളജി എപ്പോഴും ഈ പറയുന്ന കോർപ്പറേറ്റിൻ്റെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ അതിൻ്റെ ചില സാധ്യതകൾ ഈ പറയുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ നമുക്ക് അത് ഗുണകരമാകുമെന്ന് ചിന്തിക്കുന്നത് ഒരു മൗഢ്യമാണ്. ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ വസന്തകാലമാണ്.
പക്ഷെ യഥാർത്ഥത്തിൽ ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഹേറ്റും ഹേട്രഡും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ ഒരു ശാസ്ത്രത്തെ യഥാർത്ഥത്തിൽ ഉലയൂതുക ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പുള്ള കാലവും സോഷ്യൽ മീഡിയ വന്ന ശേഷമുള്ള കാലവും കൂടി പരിശോധിച്ചാൽ മുമ്പുള്ള കാലം ഇതിനേക്കാൾ എത്രയോ ബെറ്ററായിരുന്നു. നമ്മുടെ സാമൂഹിക ആരോഗ്യം എത്രത്തോളം ദൃഢമായിരുന്നു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതിരിക്കരുത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. എത്ര ഗംഭീരമാണെന്ന് ആൾക്കാർ പറയുന്നു. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാനൊരു ചെറിയൊരു സെമിനാറിൽ 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ പങ്കെടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു ഭയാനകത എനിക്ക് ബോധ്യപ്പെട്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സ്വേച്ഛാധിപതികളെ, ഇതുപോലെ എന്ന് പറയുന്നത് നമ്മളറിയാവുന്ന സ്വേച്ഛാധിപതികളെ കൂടുതൽ സഹായിക്കാൻ മാത്രമേ ഉതകുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നികേഷ് പറഞ്ഞതുപോലെ എത്രത്തോളം വലിയൊരു മാമാങ്കമാണ് സോഷ്യൽ മീഡിയയിൽ BJP നടത്തുന്നതെങ്കിൽ അതിനേക്കാൾ 10,000 മടങ്ങുള്ളൊരു മാമാങ്കത്തിന് BJPയും ഇതുപോലെ ഫാഷിസ്റ്റ് ഫോഴ്സിനെയും സഹായിക്കുന്ന തരത്തിലേക്കായിരിക്കും ഇത് ഉതകുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ഫേക്ക് ഇൻറ്റിമസി സൃഷ്ടിക്കാൻ പറ്റും. അതായത് ഒരു നേതാവിനെ, ഒരു പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി പ്രേക്ഷകനോ അല്ലെങ്കിൽ ജനങ്ങളോ അറിയാതെ അവൻ്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ അതിനോടൊരു മമത സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറാൻ പോവുകയാണെന്നാണ് ഇത് സംബന്ധിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡെമോക്രസിയും സംബന്ധിച്ചുള്ള ഒരു സെമിനാറിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഈ കോർപ്പറേറ്റ് മീഡിയ ഇപ്പോൾ 1ാം പ്രസ് കമ്മീഷൻ, 2ാം പ്രസ് കമ്മീഷനും കമ്മീഷനുകൾ നമുക്കാകെ 2 പ്രസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2 പ്രസ് കമ്മീഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഡീലിങ്കിങ് പ്രസ് ഫ്രം ദി ഇൻഡസ്ട്രി എന്നുള്ളതാണ്. വ്യവസായ താല്പര്യമുള്ള ആൾക്കാർ മാധ്യമങ്ങൾ നടത്താൻ പാടില്ലെന്നതാണ്. പക്ഷെ അന്ന് കേന്ദ്ര സർക്കാരൊന്നും അത് കണക്കിലെടുത്തില്ല. എന്താ കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാധ്യമ താല്പര്യമില്ലാത്ത റേഡിയോയോ അല്ലെങ്കിൽ ടെലിവിഷനോ പത്രമോ അല്ലെങ്കിൽ സിനിമയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യവസായം ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അപ്പോൾ 1ഉം 2ഉം പ്രസ് കമ്മീഷൻ്റെ ശുപാർശയ്ക്ക് തീർത്തും ഘടകവിരുദ്ധമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷെ അന്ന് ഈ റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചപ്പോൾ അവർ പോലും മനസ്സിലാക്കാത്ത ഒരു ദുരന്തം ഇന്ന് സംഭവിച്ചു. ഇന്ന് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ മോഡിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് ഈ മാധ്യമങ്ങളുടെ ഈ കോർപ്പറേറ്റ് പശ്ചാത്തലമാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഔട്ട്ലുക്ക് വാരികയുടെ കവർ പേജ് മിസ്സിങ് ആരാണ്? ഇന്ത്യ ഗവൺമെൻറ് മിസ്സിങ്. അതായത് കോവിഡ് കാലത്ത് ദുരന്തങ്ങൾ പെയ്തപ്പോൾ 5 കോടി ജനങ്ങൾ രാവിലെ പലായനം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിൽ ഗവൺമെൻറ് മിസ്സിങ് ആണെന്നും പറഞ്ഞൊരു കവർ പേജ് ചെയ്ത് ആഴ്ചകൾക്കുള്ളിൽ അതിൻ്റെ പത്രാധിപര് റൂബൻ ബാനർജി ഔട്ടായി. റൂബൻ ബാനർജി ഔട്ടായപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 2 കേന്ദ്ര ഏജൻസികൾ ഈ ഔട്ട്ലുക്കിൻ്റെ സ്പോൺസറായിട്ടുള്ള ബിൽഡർ രഹേജാസിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. അവർക്ക് കാര്യം മനസ്സിലായി എന്താണ് ഇതിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലായി. റൂബൻ ബാനർജി തെറിച്ചു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വലിയ മിടുക്കന്മാരാ. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിലെ 10 മാധ്യമ സംരംഭങ്ങളിൽ ശ്രേഷ്ഠരെന്ന് കരുതുന്ന ഒരാളാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവസ്ഥ എന്താ കാരണം? അവർ വലിയൊരു സിദ്ധാന്തം വെച്ചു. ഞങ്ങളുടെ വാർത്താ പേജുകൾ പൂർണ്ണമായിട്ട്, ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തന്നേക്കാം, പക്ഷെ ഒപ്പീനിയൻ പേജിലെങ്കിലും ഞങ്ങൾക്ക് വിമർശനാത്മകമായിട്ടുള്ള ചില ലേഖനം കൊടുക്കണം. സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അവരത് ധിക്കരിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? 2 കേന്ദ്ര ഏജൻസീസ് ടൈംസ് ഓഫ് ഇന്ത്യ റെയ്ഡ് ചെയ്തു. ഈ പറഞ്ഞ കോവിഡ് കാലത്ത് ഗംഗാനദിയിൽ ഒഴുകിയ ഈ മൃതദേഹങ്ങളെക്കുറിച്ച് ഒരു ചിത്രം കൊടുത്തതിനാണ് ദൈനിക് ഭാസ്കർ എന്നുള്ള ഒരു പത്രത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഈ കോർപ്പറേറ്റ് എന്നുള്ള സംഭവം ആത്യന്തികമായിട്ട് മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചില ആൾക്കാർ എഴുതി വെച്ചത് ഇന്ന് 100% ശരിയാണെന്ന് മനസ്സിലായി. അതൊരു വശം. രണ്ടാമത് സ്വാഭാവികമായിട്ടും ഭയപ്പെടുത്തലും. ആരോ പറഞ്ഞ പോലെ
നമ്മൾ വെറുതെ ഒരു വഴി കൂടെ നടന്നാൽ പോലും വേണേൽ കേസെടുക്കാം. ഇപ്പം ഞാൻ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. എന്താ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു റബ്ബർ ആക്ട് ഉണ്ട്. ഈ റബ്ബർ ആക്ട് പ്രകാരം നിങ്ങൾക്ക് റബ്ബർ ഷീറ്റ് ഇത്ര ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് റബ്ബർ മരമില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു റബ്ബർ ഷീറ്റ് സൂക്ഷിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. ഇതൊക്കെയാണ് ഈ രാജ്യത്തെ നിയമങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളെ ഹറാസ് ചെയ്യാം. ഒരു അമിതാധികാര പ്രവണതയുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും ഹറാസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു പാരലൽ എന്ന് പറയുന്നത് നാസി ജർമ്മനിയാണ്, ഒരു സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും പലതവണ കണ്ട നെറ്റ്ഫ്ലിക്സിൽ ഈ പറഞ്ഞ ഹിറ്റ്ലറിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള സീരിയലുകൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇന്ന് നമ്മുടെ ഭരണാധികാരിയുടെ എല്ലാ ചേഷ്ടകളും അതിന് തുല്യ. ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആർഭാടവും ചെണ്ടയും കൊട്ടും. ഇപ്പോൾ ഞാനിന്ന് വന്നത് വന്ദേ ഭാരത് ട്രെയിനിലാണ്. 30 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ട്രെയിനിൻ്റെ ഒരു മോഡേൺ പതിപ്പ് മാത്രമാണ്. അരമണിക്കൂർ പോലും ലാഭമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പ്രതീതി എന്താണ്? ഇതായിരുന്നു പണ്ട് ഹിറ്റ്ലറും ചെയ്തിരുന്നത്, ഇതേ രീതി. പിന്നെ ഹിറ്റ്ലറുടെ വേറൊരു രീതിയുണ്ട്, എവിടെ പോയാലും 10 കുട്ടികളുമായിട്ട് സംവദിക്കും. പിന്നെ എല്ലാ മാധ്യമങ്ങളും അവിടെ വേണം. അപ്പോൾ ഏറെക്കുറെ അതേ രൂപത്തിലാണ്, ഭാവത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു രീതി പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഓരോ പാരലിലും പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാദൃശ്യം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ എനിക്ക് ആകെ വിശ്വാസമുള്ളത് നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടെന്ന് അവകാശപ്പെടാത്ത സാധാരണക്കാരെ ഞാൻ ഈ കർണാടക ഇലക്ഷൻ ഒന്ന് ഡിസെക്ട് ചെയ്തപ്പോൾ റൂറൽ കർണാടകയിലാണ് സ്വീപ്പ് ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പൊ യഥാർത്ഥത്തില് നഗരത്തില് ബാംഗ്ലൂർ സിറ്റിയില് BJP 16 പിടിച്ചു. 16 ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോസ്റ്റൽ കർണാടക, അതും ഭയങ്കര എർബനൈസ്ഡ് ആണ്. ഈ ഉടുപ്പി പോലുള്ള അവിടെയും BJP പിടിച്ചു നിന്നു. പാവപ്പെട്ട മനുഷ്യൻ കാണിക്കണ ബുദ്ധിയും ബോധമുണ്ടല്ലോ, അതൊന്നും അടിയന്തരാവസ്ഥയിലും അങ്ങനെ തന്നെയായിരുന്നു. അതല്ലേ, പാവപ്പെട്ട മനുഷ്യരുടെ ധൈര്യവും തൻ്റെ ഇടവും ആർജവും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ കേവിൻ ചെയ്യുമ്പോഴും ഇവരൊക്കെ സറണ്ടർ ചെയ്ത് മോഡിക്ക് വേണ്ടി ഓശാന പാടുമ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ ദരിദ്രരായ ജനങ്ങളുടെ തൻ്റെ ഇടവും ആർജവും മാത്രം കണക്ക് കൂട്ടുകയാണ്. നികേഷ്, ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ് നിർത്തുമ്പോൾ പ്രധാനമായും സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഏത് തരത്തിൽ നേരിടുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളെ പോലും ആ നിലയ്ക്ക് സർക്കാർ കൈകാര്യം ചെയ്യുന്നു. വേറൊരു ഉദാഹരണം നമുക്ക് മുന്നിലുള്ളത് ഈ കോർപ്പറേറ്റുകൾക്കെതിരെ മാധ്യമങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചാലും ഈ സർക്കാർ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വയറിന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്, അതുപോലെ EPWന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അവിടെയൊക്കെ സർക്കാരിനെതിരെയുള്ള വിമർശനമല്ല, സർക്കാരിനൊപ്പം നിൽക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള വിമർശനത്തിന് തൊട്ടടുത്ത ദിവസമാണ് EDയും ഇൻകം ടാക്സും ഒക്കെ റെയ്ഡുമായി എത്തുന്നത്. അങ്ങനെ ഒരു ഈ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങൽ എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബദൽ എന്നുള്ള നിലയ്ക്ക് നേരത്തെ ശ്രീ ബിട്ടാസ് പറഞ്ഞതുപോലെ എല്ലാവരും ആദ്യം പ്രതീക്ഷിച്ചതും ചർച്ച ചെയ്തതുമൊക്കെ ഈ ലെഗസി മീഡിയയ്ക്ക് പകരമായി വരിക ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ആ നിലയ്ക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ? അല്ല, ഇവിടെ അതൊക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വീണ്ടും നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോയാൽ എനിക്ക് തോന്നുന്നത് ഹർഷൻ തന്നെയാണെന്ന് തോന്നുന്നു ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഏഷ്യാനെറ്റിന്റെ പ്രീപോൾ സർവേ. അതെ അതെ, ഏഷ്യാനെറ്റിന്റെ പ്രീപോൾ, ബാക്കി എല്ലാവരും ഹങ് അസംബ്ലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്ന സമയത്ത് ഏഷ്യാനെറ്റിന്റെ പ്രീപോൾ സർവേ, ഏഷ്യാനെറ്റ് സുവർണയുടെ പ്രീപോൾ സർവേ പറയുന്നത് BJP കേവല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നാണ് പറയുന്നത്. 118 സീറ്റും. എന്തുകൊണ്ടാണത്? രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന BJP നേതാവിന്റെ ഒരു ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ചിടത്തോളം BJP തോക്കും എന്ന് ആദ്യം പറഞ്ഞാൽ അത് അല്ല, നിങ്ങൾ ഇവിടെ ജയിക്കും എന്ന് പറയുന്നു, നിങ്ങളുടെ ചാനൽ തോക്കും എന്ന് പറയുന്നൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആളുകൾക്ക് മുമ്പിൽ. അപ്പോൾ അത് നേരിടാൻ വേണ്ടി അവരെന്ത് ചെയ്തു? വളരെ സമർത്ഥമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരെന്ത് ചെയ്തു? പോളിങ്ങിന് മുമ്പ് നടക്കുന്ന പ്രീപോൾ സർവേയിൽ അവർ BJPക്ക് കേവല ഭൂരിപക്ഷം. എക്സിറ്റ് പോളിൽ എന്ത് ചെയ്തു എന്നറിയോ? രണ്ടും കെട്ട രീതിയിൽ കൊടുത്തു. ഇങ്ങനെ ജയിച്ചാൽ അങ്ങനെ ജയിക്കുക, അങ്ങനെ ജയിച്ചാൽ ഇങ്ങനെ ജയിക്കുക. മുന്നിൽ വരുന്നത് BJP ആയിരിക്കും തന്നെയായിരുന്നു എക്സിറ്റ് പോൾ. എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ടൊരു BJP ഒരു എഡ്ജ് അവിടെ കൊടുക്കുമെന്ന് മാത്രമാണ് അത്. പക്ഷേ ഒരു സ്നേഹത്തിന്റെ പുറത്ത്, അത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ, കോർപ്പറേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
ആ ആൾക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തം പറ്റില്ല. അപ്പം നമ്മളിത് വെറും ഒരു പ്രീ പോൾ സർവേയുടെ കാര്യത്തിൽ മാത്രം കണ്ടാൽ പോരാ, ഇത് ഓരോ വാർത്തയുടെയും കാര്യത്തിൽ നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാർത്ത വരുന്ന സമയത്ത്, അല്ല നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ നിങ്ങളുടെ ചാനൽ അങ്ങനെയല്ലല്ലോ പറയുന്നത് എന്നുള്ള ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ചാനലിൻ്റെ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ വാർത്തകൾ മുഴുവനായും നേരത്തെ പറഞ്ഞ പോലെ, അത് മുൻകാലങ്ങളിൽ നമ്മൾ ഒരു റിപ്പോർട്ടർക്ക് റോൾ ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് ഏതോ ഒരു കേന്ദ്രം വാർത്ത ഇങ്ങോട്ടേക്ക് ഒളിച്ചു കടത്തുകയും ആ വാർത്ത റിപ്പോർട്ടറിലേക്ക് കൊടുത്ത് റിപ്പോർട്ടറിൻ്റെ അടുത്തേക്ക് കൊടുത്ത് ആ റിപ്പോർട്ടറിനെ കൊണ്ട് അത് പൊളിച്ചെഴുതിക്കുകയും ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലും അത് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഏഷ്യാനെറ്റ് സുവർണയുടെ പ്രീ പോൾ സർവേയും അവരുടെ സർവേയും എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ കാലഘട്ടത്തിലും മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രിട്ടാസൊക്കെ വരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, ഞാൻ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള സ്വാഭാവികമായ വിമർശനം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കോർപ്പറേറ്റ് താല്പര്യമുള്ള മാധ്യമ സ്ഥാപനത്തിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്ന സമയത്ത് നിങ്ങൾ ആ വാർത്ത കൊടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിന് പരസ്യം തരുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു പിഴവ് വരുത്തിയാൽ നിങ്ങൾ ആ വാർത്ത കൊടുക്കുമോ എന്നൊക്കെ പറയുന്നത് ചങ്കു പൊള്ളിക്കുന്ന വിമർശനമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ ആ വിമർശനമൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു വിമർശനത്തിനൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അപ്പോൾ അത് ആ കാലഘട്ടം മാറിയിരിക്കുന്നു. ആ നേരത്തെ പറഞ്ഞത് ഒരു ഏകാധിപത്യ സർക്കാർ രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ പുതിയ ഇക്വേഷൻസ് ആണ് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് കൂടി ആലോചിച്ചു പോകണമല്ലോ. ഇപ്പോൾ ഇന്നലത്തെ കാര്യം നമ്മൾ അതിൽ നിന്നാണ്, കർണാടക ഇലക്ഷനിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ഇന്നലെ മറ്റൊരു വാർത്ത, ഇവിടെ കൊച്ചിയിൽ മയക്കുമരുന്ന് വേട്ട, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നു എന്ന മറ്റുള്ളൊരു വാർത്ത വന്നു. യഥാർത്ഥത്തിൽ അത് ഈ ഹൈസീസിലൊക്കെ നടന്ന പല സ്ഥലത്ത് നടന്ന പല വേട്ടകളുടെ എല്ലാം, ഈ മയക്കുമരുന്ന് വേട്ടകളുടെ എല്ലാം വിവരങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇവിടെ നേവി കൊച്ചിയിലാണ് വിവരങ്ങൾ കൈമാറുന്നത്. ഇത് പല രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയ മയക്കുമരുന്നുകളുമാണ്. പക്ഷേ ആദ്യം ആ വാർത്ത പ്ലേസ് ചെയ്യപ്പെട്ടത് മിക്കവാറും ഈ കാർഡുകളുടെ രൂപത്തിലാണല്ലോ ആദ്യം മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുക. അതിന് കൊടുക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട, ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട, 15,000 കോടിയുടെ മയക്കുമരുന്ന് വേട്ട, പാകിസ്ഥാനിൽ നിന്ന് എത്തിയ മയക്കുമരുന്നാണ് പിടിച്ചത്. ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രമുഖ മാധ്യമങ്ങളുടെ ലോഗോ വെച്ച് ഇവരുടെ ഈ കാർഡ് ചെയ്ത് ഇതങ്ങ് പ്രചരിക്കുകയാണ്. ഇതെല്ലാ കാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഇതൊരു ഇപ്പൊ സംസ്ഥാന ഏത് വാർത്ത ഏത് സംഭവം ഉണ്ടായാലും അത് പ്രതിപക്ഷ സ്വഭാവത്തോടെ, ശരി, വല്ലാതെ രാഷ്ട്രീയ ബോധ്യത്തോടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ സാക്ഷരരായ സമൂഹമാണ് നമ്മുടേത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ സ്വഭാവത്തിൽ ഇവർ ഈ വാർത്ത ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്ലേസ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നതാണ് എന്ന് നിഷ്കളങ്കമായി ചിന്തിച്ചു പോകണോ, അതോ അതും പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണോ? അല്ല, ഇത് ഞാൻ ഈ മയക്കുമരുന്ന് വേട്ടയുടെ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് പണി കിട്ടി വീണ്ടും കേരളത്തിന്. എന്ന കാരണം വെച്ചാൽ, അതായത് ഒരു തരത്തിലും വാസ്തവമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണമാണ് കേരളത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 D ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതായത് ഒന്നിലോ ഡിസ്ലോഡ്ജ്, ഡിസ്റപ്റ്റ്, ഡിഫെയിം. അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സംവിധാനമാണ് ഒരു സംസ്ഥാനത്തിലുള്ളതെങ്കിൽ അതിനെ ഡിസ്ലോഡ് ചെയ്യും. അപ്പോൾ MLA-മാരെ MP-മാരെയൊക്കെ വിലക്ക് എടുത്തിട്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക MLA-മാർ. അത് കേരളത്തിൽ അത് പറ്റില്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ MLA-മാർ എങ്ങനെ ചാക്കിൽ കയറുന്നവരല്ല. അതുള്ള കാര്യം നമുക്ക് പറയാം. ഇനി അടുത്ത് ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. അപ്പോൾ ആകെയുള്ളത് ആരിഫ് മോദിക്കാനാണ്. മൂപ്പർ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് പുള്ളി സഹികെട്ട് പുള്ളി തന്നെ സുല്ലിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഉള്ളത് ഡിഫെയിമാണ്. ഡിഫെയിമിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിന് പറ്റിയിട്ടുള്ള വൈതാളികന്മാർ BJPയുടെ ഒപ്പമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളാണ്. പിന്നെ ഇഷ്ടംപടി പണവുമുണ്ട്, അതായത് സോഷ്യൽ മീഡിയ. ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മളെന്തോ ഒരു 15 കിലോ സ്വർണവും മറ്റേ
മറ്റേ ഈ ഡിപ്ലോമാറ്റിക് പാക്കേജ് വന്നതാണ് കേരളത്തിൽ 2 വർഷക്കാലം 3 വർഷക്കാലം ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. പിന്നെ പാവപ്പെട്ട ഏതെങ്കിലും കക്ഷി അവിടുന്ന് ഈ ജീവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവൻ കൊണ്ടുവരും, അത് പിടിക്കും. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണത്തിൻ്റെ 90% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലേക്കൊക്കെ വരുന്ന സ്വർണം, അതായത് നേപ്പാൾ വഴി കണ്ടെയ്നറുകളിലാണ് വരുന്നത്. മയക്കുമരുന്ന് നേരിട്ട് പോർട്ടിൽ പിടിച്ചിരിക്കുന്നത് ഗുജറാത്തിലാണ്. 21,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് മുണ്ട്ര തുറമുഖത്ത് നിന്ന് പിടിച്ചത്. ഒരു ചരമകോളത്തിന്റെ വലിപ്പത്തിൽ പോലും വാർത്ത ദേശീയ പത്രങ്ങളിൽ വന്നില്ല, ഗുജറാത്ത് പത്രങ്ങളിൽ വാർത്ത വന്നേയില്ല. അപ്പോൾ കേരളത്തെ ഇങ്ങനെ ഡിഫെയിം ചെയ്യുക, ഇപ്പൊ കേരള സ്റ്റോറി, എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. കർണാടക തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് എന്ത് റോളാണ് യഥാർത്ഥത്തിൽ? ഒരു സംസ്ഥാനം, രണ്ട് സംസ്കാരമുള്ള സംസ്ഥാനമാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളമായിരുന്നു. അവിടുത്തെ നമ്പർ 1 എന്ന് പറയുന്ന മോഡിയും നമ്പർ 2 അമിത്ഷായും തങ്ങളുടെ പ്രസംഗങ്ങൾ ഊന്നിയത് കേരളമായിരുന്നു. അത് കേരളത്തെ എന്തോ ഒരു വിചിത്ര സ്ഥലമായിട്ടും, അതായത് ഒരു കണക്കിനും ഇന്ത്യയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ഒരു പാകിസ്ഥാന് തുല്യമായിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്നും ചിത്രീകരിക്കുന്ന ഒരു രീതി. അതേസമയം ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാലും അവിടെ ഏതൊരു BJP ഭരണ സംസ്ഥാനത്തെക്കാളും മികച്ച സൂചകങ്ങളുള്ള ഒരു സ്റ്റേറ്റ് നോക്കുക. അപ്പം ഈ പറഞ്ഞ മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ ഇവർ സൃഷ്ടിക്കുന്ന ഒരു ഇമേജും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം നോക്കുക. യഥാർത്ഥത്തിൽ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഈ ഡൽഹിയിലൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാർ, കേരളം ഇത്ര വലിയ പ്രശ്നമാണല്ലോ അവിടെ ആരെയും പറഞ്ഞ പോലെ പെൺകുട്ടികളിങ്ങനെ തട്ടിയെടുത്ത് സിറിയയിലേക്ക് അയക്കുകയാണ്. അതായത് ഇങ്ങനെ ആരോ പറഞ്ഞ പോലെ ട്രക്കുകളുടെ രാത്രിയിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്നു, വഴിയിൽ ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയോ കൊണ്ട് പെട്ടെന്നെടുത്ത് ട്രക്കിലേക്ക് ഇടുന്നു, അവരെ മതം മാറ്റുന്നു, അവരെ പിറ്റേ ദിവസം മറ്റേ സിറിയയിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉത്തരേന്ത്യയിലുണ്ട്. അത്രത്തോളം മലീമസമായ വിഷലിപ്തമായ പ്രചരണത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കേരളത്തിനെ ഇരയാക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഇത് കേരളത്തിന് പണി കിട്ടിയെന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ ഇതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട്. പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നൽകുന്ന ഉത്തരം മാത്രം മതി. ലവ് ജിഹാദ് ഉണ്ടോ? ഇല്ല. നിർബന്ധിത കൺവേർഷൻ ഉണ്ടോ? ഇല്ല. ആകെ 2 കൺവേർഷൻ നിർബന്ധിതമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട് NIA. ബസ്. ഇതാണ് ഗവൺമെന്റിന്റെ പാർലമെന്റിന്റെ ഉത്തരം. നികേഷ് സംസാരിച്ചു വരുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ധാർഷ്ട്യത്തോടെയുള്ള ഇടപെടൽ, ഈ വരുന്ന അവതാരകരും അല്ലെങ്കിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കളോടുള്ള അങ്ങോട്ടുള്ള ഇടപെടൽ, ഇത് കേവലം അങ്ങ് സംഭവിച്ചു പോകുന്നതല്ല, ഒരു ചർച്ചയുടെ തുടർച്ചയിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതല്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നാവികകുമാർ നമുക്കറിയാലോ, ടൈംസ് നൗവിന്റെ എഡിറ്ററായിരുന്നു. അപ്പൊ നാവികകുമാർ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ അട്ടിമറി ഇങ്ങനെ നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ, ജനാധിപത്യ അട്ടിമറികൾ നടക്കുകയാണ്. ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരെ കൂട്ടത്തോടെ BJP-യിലേക്ക് ചേർക്കുന്ന പരിപാടിയൊക്കെ നടക്കുകയാണ്. ആ മട്ടിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്താണ്, ഗോവ റിസൾട്ടിന്റെ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നവകുമാർ ആ ചർച്ച നയിക്കുകയാണ്. അപ്പോൾ BJP-യുടെ പ്രതിനിധി ആ ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്ത് വന്നാലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും, ഇങ്ങനെ ഉറപ്പിച്ചൊരു ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്നിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ നാവികകുമാർ അതിനോട് പ്രതികരിക്കുന്നത് വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുമോ എന്നുള്ള മട്ടിലാണ്. അതായത് ഇതൊരു ജനാധിപത്യ അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത്, ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട സംഗതിയാണെന്നോ ഉള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടല്ല അവരത് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കർണാടക തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഇന്നലെ ഒരു ടെലിവിഷനിൽ ഇങ്ങനെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവതാരക ഈ പാർട്ടിയിൽ ഈ അട്ടിമറി, ഇത്തരത്തിലുള്ള അട്ടിമറികൾ ശരിയല്ല എന്ന മട്ടിലൊരു ചോദ്യം ഉന്നയിക്കുന്നു. അപ്പോൾ ഈ അവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നുണ്ട്, നിങ്ങൾ മുമ്പ് ഇതുപോലെ അട്ടിമറി നടന്നപ്പോൾ ചാണക്യതന്ത്രം എന്ന് തലക്കെട്ട് കൊടുത്തവരാണ്, ഇപ്പൊ ഇത് മാറ്റിയത് നന്നായി. ആ തൊട്ടടുത്ത നിമിഷം അവതാരം പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറ എന്ന മട്ടിൽ കടന്നു പോകാവുന്ന ഒന്നായി എത്ര കാലം ഈ അഭ്യാസങ്ങളെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും? ഇത് കേരളത്തിന്റെ മാത്രം ഇഷ്യൂ അല്ല എന്ന് ഹർഷൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഹർഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുകൂടി കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു തലമുറ
സ്വാതന്ത്ര്യ സമരവും ഒരുപക്ഷെ അടിയന്തരാവസ്ഥ പോലും നേരാവണ്ണം അനുഭവിച്ചിട്ടില്ല. അതൊക്കെ മുൻതലമുറയുടെ കാലഘട്ടമായിരുന്നു. നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ ഹിംസാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകളെയാണ് നമ്മൾ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിനൊക്കെ കുറ്റപ്പെടുത്താറുള്ളത്, അല്ലേ? പല കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ നിലയിലുള്ള വിമർശനങ്ങൾ. ഇപ്പോൾ നിൻ്റെ അച്ഛൻ കോരൻ എന്നൊക്കെ വിളിച്ച് കേരളത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരണം നടത്തുമ്പോൾ അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരികയും, എന്നാൽ കാപ്പനെ പോലുള്ളവർ ഒരു സ്ത്രീ പീഡന കേസിൽ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ പൊക്കിയെടുത്ത് പിന്നെ അവരെ കാണാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാനും ഒക്കെ കഴിയുന്നു എന്ന് പറയുന്ന രണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം എന്നുള്ളതാണ്. ഈ രണ്ട് സാഹചര്യങ്ങളും രണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു ഫാഷിസ്റ്റ് ഭരണ രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകാവുന്ന വഴികളാണ് ഇതൊക്കെ തന്നെയും. നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച തർക്കം ഒരുപക്ഷെ ഉണ്ടാകാം, എങ്കിൽ പോലും ആ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ കാലഘട്ടം മാറുമെന്ന കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ലല്ലോ. നമ്മളൊക്കെ ആത്മവിശ്വാസത്തോടു കൂടിയാണല്ലോ ജനാധിപത്യത്തെ നോക്കിക്കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. നേരത്തെ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച പോലെ നമ്മളിപ്പോൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് നഗരമേഖലകളിലല്ല റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്, ഗ്രാമീണ മേഖലയിലാണ്. അവിടെയൊക്കെ നിലയും തരംഗാണ് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലൊക്കെയാണ് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടായത്. നമ്മുടെ ഈ കേരളത്തിലല്ല. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. എപ്പോഴും സാധാരണക്കാരായ ആളുകളാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുകയും അവരെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ നമുക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ